ബട്ട് ഇനി ആര് ടിഷ്യൂ എന്ന് പറഞ്ഞ് വെടിവെച്ച് കഴിഞ്ഞാലും അനസ് പെട്ടെന്ന് തന്നെ യു വിൽ ബി ഗോയിങ് ബാക്ക് ടു ഓക്കെ. അനസിന് മേജർ രവി ആയിട്ട് സംസാരിക്കുന്നതാണ്. 1 2 3 4 5 6 7 8 9 പിന്നെ സർക്കാർ പുരസ്കാരം ചെയ്തതായിട്ടുള്ള മേജർ രവിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്ന അത്രത്തോളം നിങ്ങൾക്ക് എഴുതുമ്പോൾ നടക്കും. നിങ്ങളുടെ പേര് ബാബു എന്നാണ്. 7 8 9 10 ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. കണ്ണുറക്കുന്ന സമയത്ത് ഇയാളുടെ പേരെന്താന്ന് പറഞ്ഞ ബാബു. അപ്പോ ആളുടെ കയ്യില് ഒരു പ്രത്യേക ഇനം പാമ്പുണ്ടാവും. ബാബു പേടിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും പേടിക്കണ്ട. ഓക്കെ, നീ മെല്ലെ 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 കണ്ണുറന്ന് നോക്കിയത് നമ്മുടെ മുമ്പിൽ ഒരു സ്നേക്ക് എക്സ്പെർട്ടാണ്. ഒരു പാമ്പ് ഇരിക്കുന്ന കാണാം ആളുടെ തലയിൽ. മെല്ലെ മെല്ലെ കണ്ണുറന്ന് നോക്കിയത് ഒരു പാമ്പ് ഇരിക്കുന്ന കണ്ടോ, കറുത്ത പാമ്പ് കണ്ടോ. പേടിക്കണ്ട കടിക്കൊന്നുമില്ല. പുള്ളി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാണിച്ചോട്, പേടിയൊന്നുമില്ല. ഓക്കെ, പാമ്പിനൊന്ന് കൈ കൊടുത്തു നോക്കി. വേണ്ട 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 വേണ്ട. ഓക്കെ ഓക്കെ, പുള്ളി ഓക്കെ. ഒരു കാര്യം ചെയ്യാം, മറ്റേ ഈ ഒരു പാമ്പിനെ നോക്കി നോക്കി. ഇത് പൊതുവെ അങ്ങനെ പ്രശ്നമില്ലാത്തൊരു പാമ്പാണ്. ഈ പാമ്പിനൊന്ന് കൈ കൊടുത്തു നോക്കി. അത് തലയോടി, അതിന്റെ തലയിലും തലയോടി നോക്കി. പാവം പാമ്പ്, അത് പത്തി ഉണ്ടെങ്കിലും അതിന് കുഴപ്പമൊന്നുമില്ല. അത് പാവം പിടിച്ച പാമ്പാണ്, പ്രശ്നക്കാരനായിട്ടൊരു പാമ്പല്ല. ഓക്കെ ഓക്കെ, ഭയങ്കര സ്മൂത്ത് ആണല്ലേ അതിന്റെ തലയൊക്കെ. ഇത് ഒരു മലബാർ ഏരിയയിൽ മാത്രം കണ്ടുവരുന്നൊരു ഹൈബ്രിഡ് ആണല്ലാണ്. ഓക്കെ, അത് ഈ വിഷമില്ലാത്ത ഇനമാണ്. അപ്പോ അനസിന്റെ അടുത്ത് ഞാൻ ഓരോ മൃഗങ്ങളെ ഞാൻ പോയിന്റ് ചെയ്യും. ആ സമയത്ത് അനസ് അത് ഏത് മൃഗാന്നുള്ളത് വൈൽഡ് അനിമൽസ് ആണ്. ഇതെന്താനിമല നോക്കിയ വെരി ഗുഡ്. ചാടി വന്നപ്പം തന്നെ മനസ്സിലായി. ഈ നിൽക്കുന്ന ഹൈറ്റുള്ള അത്